25ാം CPI പാർട്ടി കോൺഗ്രസിന്റെ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായി. സങ്കുചിത മനോഭാവം വെടിഞ്ഞ് വിശാല ഇടതൈക്യം കെട്ടിപ്പടുക്കണമെന്ന് ജനറൽ സെക്രട്ടറി ഡി രാജ പറഞ്ഞു. സംസ്ഥാന ഘടകങ്ങൾ പാർട്ടി വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് CPI രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിലെ ഒരു വിമർശനം. പാർട്ടി കോൺഗ്രസ് വേദിയായ സുരവരം സുധാകർ റെഡ്ഡി നഗറിൽ രക്തസാക്ഷി ഭഗത് സിംഗിന്റെ അനന്തരവൻ പ്രൊഫസർ ജഗ്മോഹൻ സിംഗ് ദേശീയ പതാക ഉയർത്തി. മുൻ സംസ്ഥാന സെക്രട്ടറി ഭൂപീന്ദർ സാംബർ പാർട്ടി പതാക ഉയർത്തി. ഇടതുപക്ഷ ഐക്യം കാലഘട്ടത്തിന് അനിവാര്യതയെന്നും സങ്കുചിത മനോഭാവം വെടിഞ്ഞ് വിശാല ഇടത് ഐക്യം കെട്ടിപ്പടുക്കണമെന്നും MA ബേബി അടക്കം മറ്റിടതു പാർട്ടി ജനറൽ സെക്രട്ടറിമാർ പങ്കെടുത്ത ഉദ്ഘാടന സമ്മേളനത്തിൽ ഡി രാജ. And we will have to put our heads together. We will have to put our efforts together. How to strengthen the mass movement, the mass upheaval against the present society. അതേസമയം ഡി രാജയ്ക്ക് പ്രായപരിധിയിൽ ഇളവ് നൽകണോ എന്ന കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ ചർച്ചകൾ സജീവമാണ്. ഇക്കാര്യത്തിൽ പാർട്ടി തീരുമാനമെടുക്കുമെന്ന് ദേശീയ സെക്രട്ടറി അമർജിത് കൗർ. That party will discuss. We are not at present on that agenda. പാർട്ടിക്ക് സ്ഥിരം പാർട്ടി സ്കൂൾ ആരംഭിക്കണം. നിലവിലെ പാർട്ടി ക്ലാസുകൾ 15 ദിവസത്തേക്കാക്കി വർദ്ധിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പാർട്ടി വിദ്യാഭ്യാസത്തിനും പാർട്ടി ആശയങ്ങളുടെ പ്രചാരണത്തിനുമായി AI സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തണം. പാർട്ടി സ്വത്തുക്കൾ കൈവിടാതെ തന്നെ ധനസമാഹരണത്തിനായി ഉപയോഗിക്കാമെന്നും CPIയുടെ രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. രാജ്യം കടന്നുപോകുന്ന നിർണായകമായ സാഹചര്യം മുൻനിർത്തി ആവശ്യമായ തിരുത്തലുകൾ വരുത്തി വിശാല ഇടത് സഖ്യത്തിന് ആഹ്വാനം ചെയ്യുകയാണ് പാർട്ടി കോൺഗ്രസ്. പാർട്ടി കോൺഗ്രസ് വേദിയായ സുരവരം സുധാകർ റെഡ്ഡി നഗറിൽ നിന്നും മോഹൻകുമാറിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.